ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമ്മുടെ വീട്ടുമുറ്റത്ത് ലഭിക്കും. അത് വസ്ത്രമായാലും മറ്റ് സാധനങ്ങളായാലും ഭക്ഷണമാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും സന്തോഷം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല, അല്ലേ? ഇനി എത്ര പണമുണ്ടെങ്കിൽ പോലും സന്തോഷം ലഭിക്കാൻ അതുകൊണ്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ സന്തോഷം എങ്ങനെയാണ് ലഭിക്കുക? അതിന് എന്ത് ചെയ്യണം? എത്ര കഷ്ടപ്പെട്ടാലും പണം സമ്പാദിച്ചാലും സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ നാച്ചുറലി നമ്മൾ വിഷമത്തിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന, നിങ്ങൾ എവിടേക്കോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ മന്ത്രങ്ങളെക്കുറിച്ചാണ്. 7 ഹാപ്പിനെസ് മന്ത്ര. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുക എന്ന് പറയാൻ പോലും പറ്റില്ല, കാരണം അത്രയ്ക്ക് എഫോർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മന്ത്രം എന്താണെന്ന് നോക്കാം. ഒരു ദിവസം നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ടാവും. ചിലർ നമ്മൾക്ക് ഊർജം പകരും, നമ്മളെ ചിരിപ്പിക്കും, പുതിയ കാര്യങ്ങൾ, നല്ല മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിപ്പിക്കും. ചിലർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, നമ്മളിലെ അസൂയയും സംശയമൊക്കെ കൊണ്ടുവരും, നമ്മളെ കളിയാക്കും, സങ്കടപ്പെടുത്തും. മനുഷ്യർ പല സ്വഭാവക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ ആളുകളെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നമുക്ക് ഊർജവും പ്രതീക്ഷയും പുഞ്ചിരിയും സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകുന്നവർ. നമുക്ക് ദേഷ്യവും അസൂയയും അലസതയും നിരാശയും ഒക്കെ പകരുന്നവർ. അപ്പോൾ ഈ രണ്ടാമത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അവരുമായി സമയം ചിലവിടുന്നത് കുറച്ച് പകരം നിങ്ങളിൽ പോസിറ്റിവിറ്റിയുടെ ഒരു കണമെങ്കിലും പകർന്നു നൽകുന്ന ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തുക. ഇനി രണ്ടാമത്തെ മന്ത്രം. നിങ്ങൾ പേടിക്കുന്ന, ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാകുന്ന, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ ഈഗോ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഭയപ്പെടുന്ന, അങ്ങനെയുള്ള കുറച്ച് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. പലപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണല്ലോ എന്ന ചിന്ത നിങ്ങളെ കൂടുതൽ ഡൗൺ ആക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് സൈഡുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആ ചിന്തയിൽ നിന്ന് പോലും അകന്നു നിൽക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും. അകലും തോറും അത് നമുക്ക് കീഴ്പ്പെടുത്താനാകാത്ത അല്ലെങ്കിൽ അപ്രാപ്യമായ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് മാറും. അതിന് പകരം അതിനെ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക. ഞാൻ ഇങ്ങനെയാണ്, ഈ വികാരങ്ങളൊക്കെ സ്വാഭാവികമാണ്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ അതിലൂടെ കടന്നു പോവുക. അപ്പോൾ ഇത് കൂടിപ്പോയാൽ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാവും. ഒരു കാര്യത്തെക്കുറിച്ചുള്ള പേടിയാണ് അത് അനുഭവിക്കുന്നതിനേക്കാളും ഭീകരം. പതിയെ അതിനെ നിങ്ങൾ ഉൾക്കൊള്ളും, അടുത്തറിയും. അതൊരു പേടി സ്വപ്നമോ അപ്രാപ്യമായതോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യം എന്നതിൽ നിന്നൊക്കെ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷം ലഭിക്കും. ചിലരുണ്ട് ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ്സ് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കിട്ടാത്തതിനെക്കുറിച്ച് വിലപിക്കും. 100-ൽ 98 മാർക്ക് കിട്ടിയാലും 2 മാർക്ക് പോയല്ലോ എന്ന സങ്കടമാവും. എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കില്ല. എപ്പോഴും നമുക്ക് ലഭിച്ച നന്മയെ, നമുക്കുണ്ടായ നല്ല കാര്യങ്ങൾ, ഇവയിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുക. നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുക. വിഷമതകളിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു നന്മകളാണെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ എവിടെയും ഏത് സാഹചര്യത്തിലും ഒരു പോസിറ്റീവ് എനർജി, എന്ത് ബുദ്ധിമുട്ടിലും അതിലെ ചെറിയ നന്മ തിരിച്ചറിയാനായിട്ട് പ്രാപ്തരാക്കും. അതുവഴി ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളായിട്ട് നിങ്ങൾ പതിയെ മാറും. എപ്പോഴും അതില്ല, ഇത് വാങ്ങിയില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടാതെ എന്നെക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ സാധിച്ചു, ഞാനിത് ചെയ്തു, അല്ലെങ്കിൽ ഇന്നതെനിക്ക് ലഭിച്ചു എന്ന ചിന്തകൾ കൊണ്ട് മനസ്സിൽ ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുക. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളൊരു സന്തോഷവാനായിട്ട് മാറിയിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക ഉപകരണങ്ങളിലൊക്കെ ചിലവഴിക്കുന്ന സമയം കുറയ്ക്കുക. പ്രത്യക്ഷത്തിൽ നമ്മൾ റീൽസ് ആസ്വദിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് വീഡിയോസും ഗെയിംസും ഒക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം. വാസ്തവത്തിൽ നിങ്ങൾ അറിയാതെ ഇത് നിങ്ങളിൽ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ നിറയ്ക്കുന്നുണ്ട്. ഓരോ റീൽസിലും കാണുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ, മനസ്സിനെ നിങ്ങൾ അറിയാതെ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് ആ സമയം പ്രായോഗികമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ആസ്വദിക്കാനോ ഒക്കെ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുസ്തകം വായിക്കാൻ, പാട്ട് ആസ്വദിക്കാൻ, പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഈ സമയം നീക്കി വയ്ക്കുക. ആക്റ്റീവായിരിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ശീലമാക്കുക. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. നിഷ്ക്രിയമായ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ് എന്ന വാചകം കേട്ടിട്ടില്ലേ?
നമ്മൾ വെറുതെ അലസമായിരിക്കുമ്പോഴാണ് ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടി നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്. അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയും നമ്മുടെ സന്തോഷം കാർന്നു തിന്നുമെന്നത് സയന്റിഫിക്കലി വരെ പ്രൂവ് ചെയ്തതാണ്. ജങ്ക് ഫുഡൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഡോപ്പമിൻ, സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സിഗ്നൽ ട്രാൻസ്മിഷനെ ബാധിക്കുകയും ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും. ഇനി ആറാമത്തെ മന്ത്രം, അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമായി തോന്നാം. എന്താണെന്ന് പറയാം. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറി, നമ്മളെ കളിയാക്കി, അനാവശ്യമായി നമ്മളോട് ദേഷ്യപ്പെട്ടു, നമ്മളെ ചീറ്റ് ചെയ്തു. അന്നത്തെ ദിവസമെന്നല്ല, പലപ്പോഴും അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മളുടെ മനസ്സിൽ നിറയെ അവരോടുള്ള ദേഷ്യം, സങ്കടം, പ്രതികാരം ചെയ്യണമെന്ന ചിന്തയൊക്കെയാകും. എന്തിനെ പറ്റി ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് കറങ്ങി തിരിഞ്ഞ് അവരെ ചുറ്റിപ്പറ്റി എത്തും. അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളെ ദ്രോഹിച്ച, അപമാനിച്ച വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. നമ്മളുടെ മനസ്സിലാണെങ്കിൽ നെഗറ്റീവ് എനർജി കൊണ്ട് നിറയുകയും ചെയ്യും. അപ്പോൾ കഴിവതും ആരോടും നീരസവും ദേഷ്യവും സൂക്ഷിക്കാതിരിക്കുക. ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ശീലിക്കുക. അടുത്ത കാര്യം ഏറ്റവും അവസാനം പറയുന്നതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്വയം സ്നേഹിക്കാൻ സമയം കണ്ടെത്തുക. അതെങ്ങനെയാണ് സ്വയം സ്നേഹിക്കുക അറിയാവോ? സിമ്പിൾ, മീ ടൈം. നമുക്കായിട്ട് അല്പം സമയം ദിവസവും നീക്കിവെക്കുക. സ്വയം പരിചരിക്കുക. സ്വന്തം ശരീരത്തിനും മുടിക്കും മുഖത്തിനുമൊക്കെ ആവശ്യമായ പരിചരണത്തിനുള്ള സമയം, ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ, പാട്ട് കേൾക്കാൻ. ഇനി നൃത്തം ചെയ്യുന്നതാണ് സന്തോഷം നൽകുന്നതെങ്കിൽ അതിനായിട്ട് സമയം മാറ്റിവെക്കുക. ഈ മീ ടൈം നമുക്കുള്ള ഒരു റീചാർജ് ടൈമാണ്. ഇതിലൂടെ കിട്ടുന്ന എനർജി നമുക്ക് ദിവസത്തിന്റെ ബാക്കി സമയം ഊർജ്ജസ്വലതയോടെ ഹാപ്പിയായി മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒക്കെ ശീലമാക്കുന്നതും ആരോഗ്യത്തോടൊപ്പം മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്തു ഫലം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സന്തോഷവാനോ സന്തോഷവതിയോ ഒക്കെ മാറുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.